മാനുവൽ ഫോട്ടോഗ്രാഫിയുടെ പുതിയ ലോകത്തേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ഫ്രീഡം നമുക്ക് ക്യാമറയിൽ തരുന്ന ഒരു ഓപ്ഷനാണ് മാനുവൽ മോഡ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ക്യാമറ എടുക്കുക, ക്യാമറ ഓഫ് ചെയ്തിട്ട് ക്യാമറ മോഡ് ഡയൽ ഏതാണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മോഡ് ഡയൽ തിരിച്ചിട്ട് എം എന്ന ഒരു മോഡിലേക്ക് മാറ്റി വയ്ക്കുക. മോഡ് ഡയൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കഴിഞ്ഞ സെഷനുകളിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ക്യാമറ ബോഡിയിലുള്ള വെളുത്ത ഒരു മാർക്കിങ്ങിന് നേരെ നിങ്ങളുടെ മോഡ് ഡയൽ തിരിച്ചിട്ട് എം എന്നത് ആ വെളുത്ത മാർക്കിങ്ങിന് നേരെ തിരിച്ചു വയ്ക്കുക. ഇനി ക്യാമറ ഓൺ ചെയ്യുക, ലെൻസ് ക്യാപ്പ് റിമൂവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരു ഫ്രെയിമിന് നേരെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഒബ്ജക്റ്റിന് നേരെ പിടിച്ചിട്ട് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫോട്ടോ കംപ്ലീറ്റ് ഡാർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് വൈറ്റ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റുന്ന വെളുത്ത ഒരു ഫ്രെയിം ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റാത്ത കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ മങ്ങി കാണുന്ന കറുത്ത ഫ്രെയിം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു നല്ലൊരു ചിത്രമായിരിക്കാം കിട്ടിയിരിക്കുന്നത്. എങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞാലും ഈ ചിത്രത്തിന് നിങ്ങൾ ഒരു പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല. നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തു, മാനുവൽ മോഡിൽ ഒരു ചിത്രം എടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. ആദ്യത്തെ മാനുവൽ മോഡിലുള്ള ചിത്രം. ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുൻപ് മാനുവൽ മോഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിഷയമാക്കേണ്ടതില്ല. ഇവിടെ ഈ ക്ലാസ്സിൽ നിങ്ങളെടുത്ത ആദ്യത്തെ മാനുവൽ മോഡിലുള്ള ചിത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങളുടെ സ്ക്രീനിൻ്റെ സൈഡിലായിട്ടുള്ള പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് എടുത്ത ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ചിത്രം എന്തുമാകട്ടെ, വെളുത്തതാവാം, കറുത്തതാവാം, ഏതും ആകാം, അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. പക്ഷേ ഈ മോഡിൽ എങ്ങനെയാണ് ചിത്രം കറക്റ്റാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. അതിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. മാനുവൽ ഫോട്ടോഗ്രാഫിയിലേക്ക് കടക്കുന്നതിന് മുൻപേ ആയിട്ട് നിങ്ങളുടെ ക്യാമറയിൽ 3 ഫങ്ഷൻസ് വളരെ പെട്ടെന്ന് നിങ്ങൾ കണ്ടെത്തി വയ്ക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മെയിൻ ഡയൽ. കാനൺ ക്യാമറാസിലാണെങ്കിൽ ക്യാമറയുടെ വലത് കൈ കൊണ്ട് തിരിക്കാൻ പറ്റുന്ന വിധത്തിൽ മുകൾ ഭാഗത്ത് ഷട്ടർ റിലീസ് ബട്ടണിൻ്റെ അടുത്തായിട്ടാണ് ഈ ഡയൽ ഉണ്ടാവാറുള്ളത്. ഇനി നിക്കോണിലാണെങ്കിൽ ബാക്ക് സൈഡിൽ, അതായത് മുകൾ ഭാഗത്ത് തന്നെ ബാക്കിൽ പെരുവിരൽ കൊണ്ട് തിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ തള്ളവിരൽ കൊണ്ട് തിരിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ഇതുണ്ടാവാറുള്ളത്. അപ്പോൾ ഏതാണ് നിങ്ങളുടെ ക്യാമറ അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക. അതേപോലെ ഫ്യൂജിഫിലിം, സോണിക്കൊക്കെ ആണെങ്കിൽ വേറെ രീതിയിലാണ് അവർ ഈ ഡയലുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ക്യാമറ ഏതായാലും അതിനനുസരിച്ച് നിങ്ങളുടെ മെയിൻ ഡയൽ അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഡയൽ നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. ഈ ഡയൽ നിങ്ങൾ ഒരു വശത്തോട്ട് തിരിക്കുമ്പോൾ ഷട്ടർ സ്പീഡിൻ്റെ നമ്പേഴ്സ് കുറഞ്ഞു വരും, മറ്റേ വശത്തോട്ട് തിരിക്കുമ്പോൾ നമ്പേഴ്സ് കൂടി വരും. ഈ ഡയറക്ഷൻ ഏതാണ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം മുകൾ ഭാഗത്തുള്ള ഡയലാണെങ്കിൽ ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോൾ ഈ നമ്പേഴ്സ് കൂടി വരുന്നത് കാണാം. 1/80, 1/100, 1/200, 1/400 എന്ന നമ്പേഴ്സ് കൂടി വരുന്നത് കാണാം. എന്നാൽ സൈഡിലുള്ള ഡയലാണെങ്കിൽ നിങ്ങൾ വലത്തോട്ട് തിരിക്കുമ്പോൾ ഈ നമ്പേഴ്സ് കൂടും, ഇടത്തോട്ട് തിരിക്കുമ്പോൾ നമ്പർ കുറയും. മുകളിലുള്ളതാണെങ്കിൽ ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ നമ്പർ കൂടും, ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ നമ്പേഴ്സ് കുറഞ്ഞു വരും. ഇനി ഓരോ ക്യാമറയിലും ഈ നമ്പേഴ്സ് എങ്ങോട്ട് തിരിക്കുമ്പോഴാണ് ഈ നമ്പേഴ്സ് കൂടുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇതിൻ്റെ ഇൻക്രിമെൻറ്റ് എങ്ങോട്ടാണ്, ഡിക്രിമെൻറ്റ് എങ്ങോട്ടാണ് എന്നുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പർച്ചറിൻ്റെ ഡയലാണ്. അപ്പർച്ചറിൻ്റെ ഡയലിൽ 2 കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ടോപ്പ് ലെവൽ ക്യാമറയാണ്, അതൊരു ഫുൾ ഫ്രെയിം പ്രൊഫഷണൽ ലെവലുള്ള ക്യാമറയാണെങ്കിൽ അപ്പർച്ചറിനായിട്ട് ബാക്ക് സൈഡിൽ നമ്മൾ ആദ്യ ഭാഗത്ത് SLR ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കാണിച്ചിരുന്നു, അങ്ങനെ ഒരു മെയിൻ ബാക്ക് ഡയൽ നിങ്ങൾക്കുണ്ടാവും. ആ ബാക്ക് ഡയൽ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പർച്ചറിൻ്റെ വാല്യൂസ് മാറ്റാൻ പറ്റും. അപ്പർച്ചർ, ഷട്ടർ സ്പീഡൊക്കെ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിലും ഈ കൺട്രോൾസ് എവിടെയാണ് എന്നുള്ളത് നിങ്ങളും ആദ്യമേ മനസ്സിലാക്കി വെച്ചിരിക്കണം. അതിനാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്ക് ഡയൽ ഇല്ലാത്ത ക്യാമറ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങളുടെ ക്യാമറയിൽ AV എന്ന ഒരു ബട്ടൺ കാണാം. ഒരു പക്ഷേ AV ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ബട്ടണിൽ പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. ആ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ആ മെയിൻ ഡയൽ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പർച്ചറിൻ്റെ വാല്യൂ മാറ്റാൻ പറ്റും. മനസ്സിലായോ അത്? അതായത് നിങ്ങൾ ഈ AV അല്ലെങ്കിൽ
നിങ്ങളുടെ പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതിയിട്ടുള്ള ബട്ടൺ തടിച്ച വിരലുകൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ചൂണ്ട് വിരലുകൊണ്ട് മുകളിലുള്ള ആ മെയിൻ മുകളിലുള്ള നമ്മൾ ഷട്ടർ സ്പീഡ് ആദ്യം കൺട്രോൾ ചെയ്യാൻ കണ്ടുവച്ച ആ ഡയൽ തിരിച്ചു നോക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഈ നിങ്ങളുടെ സ്ക്രീനിൽ വേറൊരു നമ്പർ ഇങ്ങനെ മാറുന്നതാണ്. ആദ്യം മെയിൻ ഡയൽ മാത്രം തിരിക്കുമ്പോൾ വേറെ ഒരു നമ്പറായിരുന്നു മാറിയതെങ്കിൽ ഇപ്പം മറ്റൊരു സ്ഥലത്തുള്ള ഒരു നമ്പർ ആയിരിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമതായി നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ബട്ടൺ ISO എന്ന് എഴുതിയിട്ടുള്ള ഒരു ബട്ടനാണ്. ഇത് എല്ലാ ക്യാമറയിലും ഒരു ബട്ടൺ എനേബിൾഡ് ആയിട്ടാണ് ഉണ്ടാവുക. അതായത് ചെറിയൊരു പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടനാണ് ഉണ്ടാവുക. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൽ 100, 160, 200, 320, 400, 640, 800, 1250 അങ്ങനെ ഒരുപാട് വാല്യൂസ് ഉള്ള കുറേ നമ്പേഴ്സ് സ്ക്രീനിൽ എഴുതി കാണിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അത് അപ്പോൾ ഹൈ എൻഡ് ക്യാമറ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഒന്നുകിൽ മെയിൻ ഡയൽ, അല്ലെങ്കിൽ ബാക്ക് ഡയൽ, അതും അല്ലെങ്കിൽ ജോയിസ്റ്റിക്ക്, ഈ മൂന്നിലേത് ഉപയോഗിച്ചിട്ടും ഈ വാല്യൂ 100-ൽ നിന്ന് 160-ലോട്ടോ 320-ലോട്ടോ അങ്ങോട്ട് ഇങ്ങനെ മാറ്റാൻ പറ്റും ഏതെങ്കിലും ഒരു ഡയൽ ഉപയോഗിച്ചിട്ട്. ഇനി എൻട്രി ലെവൽ ക്യാമറകൾ, അതായത് ചെറിയ ക്യാമറകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ISOന് ഒരു ബട്ടൺ ഉണ്ടാവും. പക്ഷേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് മാറ്റാൻ ഒന്നിലും നിങ്ങൾക്ക് മെയിൻ ഡയൽ ഉപയോഗിക്കാം. അതായത് ഷട്ടർ സ്പീഡ് നിങ്ങൾ മാറ്റുന്ന ആ ഡയൽ ISO ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ആ ഡയൽ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ISO വാല്യൂ മാറ്റാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അതുമല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറയുടെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ആരോ കീസ് ഉണ്ടാവും. അതായത് മെയിൻ ബാക്ക് ഡയൽ വരുന്ന ആ സ്ഥലത്ത് നിങ്ങൾക്ക് 4 ഭാഗത്തോട്ട് ഓരോ മെനു ഐറ്റംസിനെ മാറ്റാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ്, റൈറ്റ്, അപ്പ്, ഡൗൺ എന്ന് പറഞ്ഞിട്ട് 4 ആരോ കീസ് ഉണ്ടാവും. ആ ആരോ കീസ് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഈ ISO നമ്പേഴ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമറ ഏതാണ് എന്നുള്ളതിനനുസരിച്ച് നിങ്ങളുടെ മെനു ഐറ്റംസ്, അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞ 3 അടിസ്ഥാന കൺട്രോൾസ്, ഒന്ന് ഷട്ടർ സ്പീഡ് എങ്ങനെയാണ് നിങ്ങളുടെ ക്യാമറയിൽ മാറ്റുന്നത്, രണ്ടാമത്തേത് അപ്പർച്ചർ വാല്യൂ എങ്ങനെയാണ് മാറ്റുന്നത്, മൂന്നാമത്തേത് ISO വാല്യൂ എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഒന്ന് നോക്കി മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്ക് ഇത് ക്യാമറയിൽ ഓരോ ഇൻഡിവിജ്വൽ ക്യാമറയിലും ഇത് വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാവുക. ഒരു ക്യാനൻ്റെ തന്നെ പല ക്യാമറകളുണ്ട്. അപ്പോൾ ആ ഓരോ ക്യാമറയിലും ഓരോ രീതിയിലാണ് ഇതിൽ വരുന്നത്. നിക്കോണിൽ, സോണി, ഫ്യൂജി ഫിലിം. അപ്പോൾ ഓരോ ക്യാമറകളും എടുത്തിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തരിക എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്യാമറയുടെ കൺട്രോൾസ് ബട്ടൺസ് നിങ്ങളുടെ മെനുവിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും റെഫർ ചെയ്തിട്ട് നിങ്ങൾ തന്നെ കണ്ടെത്തണം. അതെങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്യാമറയുടെ ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISO ഈ 3 കൺട്രോൾസ് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത സെഷനിലേക്ക് നീങ്ങാം.